ഹായ് ഫ്രണ്ട്സ്, സംസാരം ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാന്താരി ചിക്കനാണ്. എല്ലാവർക്കും അറിയാമല്ലേ? ഇത് ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. കാര്യം ഇതിന് നല്ല എരിവുണ്ടാവും. ഞായറാഴ്ച ദിവസമൊക്കെ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ടിരിക്കുമ്പോൾ എന്താ പറയുക, നല്ലൊരു ഫീലായിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ചിക്കൻ, ഇതിപ്പം 1 കിലോ ചിക്കൻ, അതിൻ്റെ ലിവറും പാർട്സൊക്കെ മാറ്റിയിട്ട് ഞാൻ എടുത്തതാണ്. 1 കിലോ ചിക്കൻ ഉണ്ട്. അതിൽ ചെറിയ പീസാക്കിയേക്കുക കേട്ടോ. അതുപോലെ തന്നെ ചെറിയുള്ളിയിലാണ് നമ്മൾ ഉണ്ടാക്കുക. ചെറിയുള്ളിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ചെറുതായിട്ട് പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതുപോലെ തന്നെ ഒരു സവോള ഞാൻ കനം കുറച്ച്, ഒരു വലിയ സവോള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. ഇത് കാന്താരി ഞാൻ ഒരു 20-25 കാന്താരി ഒന്ന് ചതച്ച് വെച്ചേക്കുവാണ്. ഒരു തക്കാളി അരിഞ്ഞതാണിത്. പിന്നെ നമുക്ക് ഉപ്പ് വേണം. പിന്നെ ഞാൻ മല്ലിപ്പൊടിക്ക് പകരം നമ്മുടെ പച്ച മല്ലി ചതച്ച് വെച്ചിരിക്കുകയാണ്. അത് രണ്ടുമാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കാന്താരി മുളകും പച്ച മല്ലി ചതച്ചതും. അതുപോലെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും വേണം. അതുപോലെ ഒരു 2 സ്പൂൺ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഒരു 1.5-2 സ്പൂൺ വിനാഗിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ ഈ ചിക്കൻ ഒരു ബൗളിലേക്കൊന്ന് മാറ്റുക. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് കാന്താരിയും അതുപോലെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇതിന് പാകത്തിന് ഉപ്പ്. ഇത് നമ്മൾ നമ്മുടെ മസാല ആക്കുമ്പോൾ ചേർക്കും. അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി, അതും കൂടെ ചേർത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാന്താരി ചിക്കൻ ഓരോരുത്തരും ഓരോ സൈസിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളിപ്പം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിലവർ ഷാലോ ഫ്രൈ ചെയ്യാതെ ഇതുപോലെ തന്നെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നേരിട്ട് നമ്മൾ ഗ്രേവിയിലിട്ട് ഉണ്ടാക്കും. നമുക്കിപ്പം എന്തായാലും ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു ചെറിയ ഉരുളി എടുത്തേക്കുന്നത് കേട്ടോ. ഈ ചെറിയ ഉരുളി ഞാനൊന്ന് കത്തിച്ച്, സ്റ്റൗവൊക്കെ ഒന്ന് കത്തിച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പൊരിച്ച് ഷാലോ ഫ്രൈ ചെയ്യാം. തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 3-4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനാണ്. പിന്നെ എണ്ണ കൂടുതലാണെന്ന് ആരും വിചാരിക്കണ്ട. ഇതിൽ തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ട് കുറച്ചൊന്ന് വേകട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ് ഒന്ന് കിടന്നൊന്ന് വേകട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വറക്കാനുണ്ട്. ഇതൊന്ന് ഇടാം. അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്.
നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ ചട്ടി തന്നെയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ സവോള, ഒരു സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അതും കൂടി അങ്ങോട്ട് ചേർക്കാം. ഇതിനകത്തേക്ക് നമ്മുടെ ചെറിയുള്ളി ഉണ്ടോ, ചെറിയുള്ളിയാണ് കൂടുതലും എടുത്തേക്കുന്നത്. ഒരു 150 ഗ്രാം ചെറിയുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. നമ്മൾ ചിക്കനിൽ ഉപ്പ് പുരട്ടിയതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വഴരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളിയും സവോളയും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നിങ്ങൾ ഹോട്ടലിലെ പോലെ ഉള്ള ഒരു പച്ചക്കളർ കിട്ടില്ല കേട്ടോ. ഹോട്ടലിലൊക്കെ നമ്മൾ പാലക് ചീരയൊക്കെ അരച്ച് ചേർക്കും. നമുക്കിപ്പോൾ നമ്മുടെ നാടൻ ഡിഷാണല്ലോ, അതുകൊണ്ട് നമുക്കൊരു ഗ്രീൻ കളർ, ഏകദേശം ഒരു ഗ്രീൻ കളർ കിട്ടും, അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പച്ച മല്ലിയാണ് കേട്ടോ. ഞാൻ ഈ മല്ലി ചതച്ച് വെച്ചേക്കാം, മല്ലിപ്പൊടിയല്ല, പച്ച മല്ലി ചതച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മല്ലി ചതച്ച് വെച്ചതാണ്, അത് ചേർത്തു. ഇനി നമുക്ക് ഒരു തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. നമുക്ക് ഇത്രയും തക്കാളി മതിയാവും. കാര്യം വെച്ചാൽ നമ്മൾ ചിക്കനിൽ വിനാഗിരി ചേർത്താണ് നമ്മൾ മസാല പുരട്ടിയത്. പിന്നെ അല്ലെങ്കിൽ വിനാഗിരി നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീര് ഉപയോഗിക്കാം കേട്ടോ, ചെറുനാരങ്ങാനീര്. ഇത് ഞാൻ നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് ചേർത്തു. ഇത്രയും പുളി മതിയാവുള്ളൂ, ഇത്രയും ആവശ്യമുള്ളൂ. പുളി ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചാൽ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ. നമ്മുടെ ഇതെല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട് കേട്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കാന്താരി ഇട്ട് കൊടുക്കുവാണേ. നിങ്ങൾ ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ഞാനൊരു 10-18 കാന്താരി ചതച്ചതായത് കേട്ടോ, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. വെള്ളം ഒഴിച്ചിട്ട് ഈ ഗ്രേവി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് പുരട്ടി എടുക്കണമെന്നാണെങ്കിൽ, നല്ലപോലെ വരട്ടി എടുക്കാനാണെങ്കിൽ നിങ്ങളിതിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കൻ നമുക്ക് നേരിട്ട് ഇട്ട് റെഡിയാക്കിയാൽ മതി. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു തിക്ക് ഗ്രേവിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത് കണ്ടോ, അതിനുശേഷം നമുക്ക് നമ്മുടെ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ഷാലോ ഫ്രൈ ആണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്, അപ്പം ചിക്കൻ ഒരു ലേശം ഒന്ന് വേകാനും ഉണ്ട്. ഈ സമയത്താണ് നമ്മൾ ഉപ്പും എരിവും പുളിയൊക്കെ നോക്കേണ്ടത്. പുളി ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ ഒരു ചെറുനാരങ്ങ നീര് ഈ സമയത്ത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കളറിൻ്റെ കാര്യം, കളറ് നമുക്ക് ആ കാന്താരിയുടെ കളറ്, ആ പച്ച കളറ് കിട്ടണമെങ്കിൽ നമ്മൾ പാലക്ക് ചീരയൊക്കെ അതിനകത്ത് അരച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നിർബന്ധമാണ് ആ പച്ച കളറ് കിട്ടണമെന്നുണ്ട്. പക്ഷേ ഗുണം കാന്താരി ചിക്കൻ്റെ എല്ലാം ഇതിലുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിപ്പം നമുക്കൊന്ന് ആകണമെങ്കിൽ ഒരു 5 മിനിറ്റത്തെ കാര്യം കൂടി ഉണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ നമുക്കൊന്ന് വെക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ മൂടി വെച്ച ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്നറിയാമോ? 2 സ്പൂൺ കട്ട
തേങ്ങാപ്പാൽ. എന്താണെന്നറിയോ, എരിവ് അധികമായിരിക്കുമല്ലോ, അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മക്കൾക്ക് കൊടുക്കേണ്ടതല്ലേ, അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ തേങ്ങാപ്പാൽ കേട്ടോ. ഇത് മതിയാവും. നിങ്ങൾക്ക് എരിവ് അധികമാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ നമുക്ക് 2 കറിവേപ്പിലയും ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കണ്ടോ, ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി മൂടി വയ്ക്കാം. നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇളക്കി മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കാന്താരി ചിക്കൻ ഒന്ന് നോക്കാം. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നിങ്ങൾ നമ്മുടെ കാന്താരി ചിക്കനിൽ പച്ച കളറില്ല എന്നോർത്ത് വിഷമിക്കരുത്. സാധാരണ എല്ലാവരും പാലക്ക് ചീര അരച്ചൊഴിക്കുക, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കളറില്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. നമ്മുടെ കാന്താരി ചിക്കന് ഇത്രേ കളർ കിട്ടുള്ളൂ, കാര്യം നമ്മൾ അത്രയും കുറച്ചല്ലേ ചേർക്കുന്നുള്ളൂ. നമുക്കൊന്ന് കോരിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കളറിൻ്റെ ഒരു പ്രശ്നം അത് ഇതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, ഇതിനകത്ത് ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ പച്ച മല്ലിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ്, ഈ കാന്താരി ചിക്കന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇത് കണ്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ 2 കാന്താരിയൊക്കെ ഇതിലൊന്ന് കുത്തി വെച്ചേക്കാം. ഉണ്ടോ, ഗാർണിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ സാധനത്തിന്. അങ്ങനെ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ സഹോദരന്മാരൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും എന്താ പറയുക, അവർക്കൊക്കെയാണ് ഇത് കൂടുതലും ഇത്ര എരിവുള്ളത് കൊണ്ട് കൂടുതലും ഇഷ്ടപ്പെടുക. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. സംസാരം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മളെ അറിയിക്കുക. ഇനിയും പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.